ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നവംബർ മാസത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ സിമിത്തേരി സന്ദർശിക്കുകയും മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഒപ്പം നമ്മളുടെ ആത്മാവിൻ്റെ വിശദീകരണത്തിനും സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നതിന് വേണ്ട കൃപയിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവെ, ഓരോ പ്രഭാതത്തിൽ എഴുന്നേറ്റ് വരുമ്പോൾ സന്തോഷത്തോടെ കർത്താവിൻ്റെ മുഖം നോക്കി ആരാധിക്കാൻ തക്ക വിധത്തിൽ വിശുദ്ധിയിലും കൃപയിലും എന്നെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുക. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ ലിഖിതം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനോടൊപ്പം ജീവിക്കുവാൻ, അവിടുത്തെ മുഖം കണ്ട് മരിക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഞങ്ങളുടെ ആയുസ്സും ആരോഗ്യം വർദ്ധിപ്പിച്ച് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ വിശുദ്ധിയിലും കൃപയിലും ആയുസ്സിലും ആരോഗ്യത്തിലും ജീവിക്കാൻ ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.